ധർമ്മടത്ത് അബ്ദുൾ റഷീദ് അടങ്ങുന്നില്ല. ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് കുറഞ്ഞു തുള്ളുകയാണ്. പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറച്ചത്ര. ഇന്ത്യ മുന്നണിയുടെ ശക്തരായ വക്താക്കളായ രണ്ട് മുഖ്യമന്ത്രിമാർ, ബംഗാളിലെ മമതാ ബാനർജിയും തമിഴ്നാട്ടിലെ MK സ്റ്റാലിനും സഭ കാണാതെ പുറത്തുപോയ തെരഞ്ഞെടുപ്പാണിത്. അസമിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മുൻനിര നേതാക്കന്മാരെല്ലാം എട്ടുനിലയിൽ പൊട്ടിയ തെരഞ്ഞെടുപ്പാണിത്. ആ സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ 19,000-ൽ പരം വോട്ടിന് വിജയം കണ്ടത്. പഴയ തലമുറയിലെ കോൺഗ്രസ് നേതാക്കൾ അബ്ദുൾ റഷീദിനെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുക. 77-ൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി 55,202 വോട്ടിന് റായ്ബറേലിയിൽ തോറ്റതും കേരളത്തിന്റെ ആദരണീയനായ ലീഡർ കരുണാകരൻ മാളയിൽ തോറ്റതും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുക. ഇത്തരം ജയപരാജയങ്ങളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും പറഞ്ഞു മനസ്സിലാക്കുക. മലയാളികൾക്ക് അബ്ദുൾ റഷീദിനോട് ഒന്നേ പറയാനുള്ളൂ. ഒളിമ്പിക്സിൽ സ്വർണ്ണമൊന്നും കിട്ടി ആഹ്ലാദ പ്രകടനം നടത്തും പോലെയുള്ള പ്രകടനമൊന്നും ആവശ്യമില്ല. ഒന്ന് പൊടിക്ക് അടങ്ങുവേലായതാ.